നഴ്സുമാരുടെ സമരത്തിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് തൃശൂർ അമല മാനേജ്മെന്റ്. ജൂബിലി ആശുപത്രിയുടെ നിലപാടിനൊപ്പമാണ് തങ്ങൾ. നഴ്സുമാരുടെ സമരം സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. 160 പേർ സമരത്തിൽ നിന്ന് തിരികെ കയറിയിട്ടുണ്ടെന്നും അവർക്ക് പുതിയ ശമ്പളമാണ് നൽകുന്നതെന്നും മാനേജ്മെന്റ് പറഞ്ഞു. ബാക്കിയുള്ളവർ ജോലിയിൽ തിരിച്ചെത്തിയാൽ ഒഴിവ് നോക്കി ഘട്ടം ഘട്ടമായി മാത്രമേ പ്രവേശിപ്പിക്കൂ എന്നും അമല മാനേജ്മെന്റ് വ്യക്തമാക്കി. നമ്മളുടെ അവിടെ ഈ ദിവസങ്ങളിൽ ഒരു ചർച്ച നടത്തുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ഓഫറുകൾ തരാമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ജൂബിലിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ജൂബിലിയുടെ കൂടെയാണ് ഞങ്ങൾ വന്ന് ചർച്ചകൾ നടത്തിയത്. പത്രസമ്മേളനത്തിലും ഒരുമിച്ച് തന്നെയാണ് വന്നത്. മിനിസ്റ്ററെ കാണാൻ പോകുന്നതും ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്കൊരു ഇൻക്രിമെൻ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ എല്ലാ നേതാക്കന്മാരോടും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തിൽ എല്ലാ സ്റ്റാഫിനും ഒരു ഇൻക്രിമെൻ്റ് നടത്തിയിട്ടുണ്ട്. ഇന്ന് 160ഓളം പേര് സമരത്തിന് പോയവർ കയറിയിട്ടുണ്ട്. അവർക്കത് കിട്ടിയിട്ടുമുണ്ട്. ഞങ്ങൾ സമരം ചെയ്ത ആളുകളെ സ്വീകരിക്കും. എങ്ങനെ? ഞങ്ങളുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അവസരം പോലെ ഇപ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ അവസരം പോലെ അല്ല, അതിന് കൃത്യം മറുപടി ഇതുള്ളത്. തിരിച്ച് അവര് കയറ്റാവുന്ന സ്ഥലത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അവർ കയറി അന്ന് തൊട്ട് ഈ പുതിയ ശമ്പളം കൊടുക്കും. ഞങ്ങൾ അവിടെ ജോലിക്ക് കയറുന്ന അന്ന് മുതൽ കൊടുക്കുന്നുണ്ട്. അതേസമയം അമലയിൽ നഴ്സുമാരുടെ സമരം തുടരുമെന്ന് UNA. അമല മാനേജ്മെന്റ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. ജൂബിലിയുടെ സമ്മർദ്ദത്തിന് അമല വഴങ്ങി. ലേബർ ഓഫീസർക്ക് നൽകി ഉറപ്പ് മാറ്റുന്നത് സർക്കാരിനോടുള്ള വെല്ലുവിളിയെന്നും UNA ആരോപിച്ചു. വ്യക്തമായി ലേബർ ഓഫീസിൽ നടന്ന ചർച്ചകളുടെയും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നത്തെ ഡേറ്റിൽ ഇറക്കിയ ലേബർ ഓഫീസറുടെ കുറിപ്പുകൾ കയ്യിലുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സമരം തീർക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ജൂബിലി മാനേജ്മെൻറ്റിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം അവരിപ്പോൾ അതിൽ പെരുമാറിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും നിയമപരമായിട്ട് പോകുന്ന കാര്യമാണ്. ലേബർ ഓഫീസറുടെ എഗ്രി ചെയ്തിട്ടുള്ളതാണ്. ലേബർ ഓഫീസർക്ക് ഇതിൻ്റെ എല്ലാ പകർപ്പുകളും ലെറ്ററുകളും അമല മാനേജ്മെൻറ്റ് കൊടുത്താണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ആ സംഭവത്തിൽ അവർ വേണ്ട രീതിയിലുള്ള നിലപാടിലേക്ക് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുക. ഷഹബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഹബാസ്, ലേബർ കമ്മീഷണർക്ക് മുന്നിൽ നൽകിയ ഉറപ്പുകൾ അമല ഇപ്പോൾ ജൂബിലിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു എന്നതാണ് UNAയുടെ ആരോപണം. തീർച്ചയായും അത് നഴ്സുമാരുടെ സമരം അമല ജൂബിലി ആശുപത്രിയിൽ നിന്ന് 112 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ജൂബിലി ആശുപത്രിയിലേക്ക് ഇരു ആശുപത്രികളിലെയും നഴ്സുമാർ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ സമരം അവസാനിപ്പിക്കുന്ന തരത്തിലൊരു അറിയിപ്പുകൾ UNAയുടെ ഭാഗത്തു നിന്ന് വന്നത്. ലേബർ ഓഫീസറും അമല ആശുപത്രി മാനേജ്മെന്റുമായി നടത്തിയ ചർച്ച സമവായത്തിലെത്തിയതും 4000 മുതൽ 6000 രൂപ വരെ വർധനവ് ആശുപത്രി മാനേജ്മെന്റ് അംഗീകരിച്ചെന്നും അതുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയാണെന്നും അമലയിലെ നഴ്സുമാർ മാത്രം അറിയിക്കുകയായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ ആശുപത്രി മാനേജ്മെന്റുകൾ ഒരു വാർത്താക്കുറിപ്പുമായി രംഗത്തെത്തി. പുതിയൊരു ചർച്ചയും നടന്നിട്ടില്ല. ഈ ശമ്പള വർധനവ് എന്ന് പറയുന്നത് ഏപ്രിൽ 1 ഈ സമരവുമായി ബന്ധമില്ലാതെ തന്നെ അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിപ്പോൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഒരു നാടകം കളിക്കുകയാണ് UNA എന്നായിരുന്നു ആശുപത്രി മാനേജ്മെന്റുകൾ അറിയിച്ചിരുന്നത്. ഇതൊരു നാടകം മാത്രമാണ്. ഈ സമരം അവസാനിപ്പിക്കാനുള്ളൊരു നാടകമാണ്. ജോലിയിലേക്ക് നഴ്സുമാരെ തിരികെ കയറ്റാനുള്ളൊരു നാടകമാണ്. ഇപ്പോൾ ഒരു വഴിയുമില്ലാതായതുകൊണ്ടാണ് മുൻപ് ഏപ്രിൽ 1 ഇറക്കിയ ഉത്തരവ് കാണിച്ചുകൊണ്ട് ആ ശമ്പള വർധനവ് കാണിച്ചുകൊണ്ട് അത് അംഗീകരിക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നായിരുന്നു ആശുപത്രി മാനേജ്മെന്റുകൾ ഒരു അറിയിപ്പിലൂടെ അറിയിച്ചത്. പിന്നീട് എന്തായാലും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് UNA അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അമല മാനേജ്മെന്റ് ഈ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതാണെന്നും അതിൻ പ്രകാരമാണ് ലേബർ ഓഫീസർ ഈ തൊഴിലാളികളെ നഴ്സുമാരെ ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാണ് UNA പറയുന്നത്. ഈ ജൂബിലി ആശുപത്രിയുടെ മാനേജ്മെന്റ് ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാണ് അമല ആശുപത്രിയും ഇക്കാര്യങ്ങൾ മാറ്റി പറയുന്നത്. ഈ ലേബർ ഓഫീസറോട് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നത് സർക്കാരിനോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് UNA നടത്തിയത്. രാവിലെ അമല ആശുപത്രിയിലെ സമരം അവസാനിപ്പിക്കുമെന്ന് UNA അറിയിച്ചിരുന്നെങ്കിൽ വൈകുന്നേരം ഈ ആശുപത്രി മാനേജ്മെന്റുകളുടെ പ്രതികരണം വന്ന ശേഷം ആ സമരം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് നിലവിൽ UNA അറിയിക്കുന്നത്. ഇന്നു മുതൽ ഈ അമല ആശുപത്രിക്ക് മുന്നിലും രാപ്പകൽ സമരം തുടങ്ങുമെന്നാണ് UNA നിലവിൽ അറിയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ജില്ലയിലെ മുഴുവൻ നഴ്സുമാരും പണിമുടക്കുന്ന സമരത്തിലേക്ക് കടക്കുമെന്നാണ് UNA അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വലിയ നാടകങ്ങളായിരുന്നു നടന്നത്. രാവിലെ ആദ്യം ഈ സമരം അവസാനിപ്പിക്കുന്നു എന്ന് UNA അറിയിക്കുന്നു. അതിന് പിന്നാലെ ആശുപത്രി മാനേജ്മെന്റുകൾ അത് നിഷേധിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നു. പിന്നാലെ ഈ സമരം തുടരുമെന്ന് UNA അറിയിക്കുകയായിരുന്നു. ഷഹബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.